പൊതുവെ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് സാറേ, ഈ സ്മാർട്ട് മീറ്റർ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ റെന്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് സംശയമുണ്ട്. ഇദ്ദേഹം ചോദിക്കുന്നത് പ്രീപെയ്ഡ് മീറ്റർ ആണല്ലോ സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ അടച്ച് കഴിഞ്ഞിരിക്കുന്ന ആ ഡിപ്പോസിറ്റ് എന്ത് ചെയ്യും? ആ സംഗതിയെ പറ്റി സാർ ഒരു അഭിപ്രായം പറയുമോ? അത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പ്രീപെയ്ഡ് മീറ്റർ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് ക്യാഷ് ഡെപ്പോസിറ്റ്, അതായത് വൈദ്യുതി ചാർജ് സംബന്ധിച്ച ക്യാഷ് ഡെപ്പോസിറ്റ് ആവശ്യമില്ല. അത് പറഞ്ഞ് ശരി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇലക്ട്രിസിറ്റി ആക്ടും പറയുന്നുണ്ട്, മറ്റുള്ള നിയമങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് പറയും. പ്രീപെയ്ഡ് മീറ്റർ നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് ആവശ്യമുണ്ട്. അഡ്വാൻസ് പേയ്മെന്റ് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു റണ്ണിങ് ക്യാപിറ്റൽ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ സെക്യൂരിറ്റി ആവശ്യമില്ല. പക്ഷെ അത് എന്ത് ചെയ്യണം, പുതിയ സെക്യൂരിറ്റി തിരിച്ചു കൊടുക്കണമോ വേണ്ടിയോ തീരുമാനിക്കുന്നത് അത് നമ്മൾ KSEB അല്ല, അതിന് റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. നമ്മൾക്ക് ഇതിനകത്ത് സ്മാർട്ട് മീറ്റർ വരുമ്പോൾ സ്മാർട്ട് മീറ്ററിനോടനുബന്ധിച്ച് ഒരു റെഗുലേഷനിൽ ഒത്തിരി നമ്മുടെ സപ്ലൈ കോഡിലും റെഗുലേഷനിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഫോറം ഓഫ് റെഗുലേറ്ററിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് സ്മാർട്ട് ഗ്രിഡിന് പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് റെഗുലേഷൻ വരെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2016-ലോ 2015-ലോ തന്നെ പബ്ലിഷ് ചെയ്തു. ആ റെഗുലേഷന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അതിന് പറ്റുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിൽ അഡ്വാൻസ്ഡ് ഈ പ്രീപെയ്ഡ് മീറ്ററിന്റെ അഡ്വാൻസ് എമൗണ്ട് ആയിട്ടും വേണമെങ്കിൽ കണക്കാക്കാം. അതെങ്ങനെയാണെങ്കിലും തീരുമാനിക്കേണ്ട റെഗുലേറ്ററി കമ്മീഷന്റെ റെഗുലേഷൻ വഴിയേ ഉള്ളൂ. അത് KSEBക്കോ ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. റെഗുലേഷൻ ഉണ്ടാക്കി റെഗുലേറ്ററി കമ്മീഷൻ വഴി മാത്രമേ അത് തീരുമാനിക്കൂ. സാറേ, ഇനിയുള്ള ഒരു സംശയം, ഈ നിലവിലുള്ള മീറ്ററുകൾ മാറ്റി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുമ്പോൾ അതിനുണ്ടാകുന്ന അധിക ചെലവ് നാളെ സാധാരണ ഉപഭോക്താക്കൾക്ക് ഭാരമായി മാറില്ലേ? അതിനൊരു മറുപടി പറയൂ സാറേ. അല്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞാല് ശരിക്കും AMI പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിലവിലുള്ള മീറ്ററുകൾ മാറി സ്മാർട്ട് മീറ്റർ വയ്ക്കുന്നത്. ഇത് AMI പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റലൈസേഷൻ ആണ്. ഒരു ഡിജിറ്റലൈസേഷന്റെ ഒരു ഭാഗമാണ്. നമ്മളുടെ ഒരു അടുത്ത തലത്തിലേക്ക് നമ്മളുടെ മീറ്ററിങ്ങിനെ കൊണ്ടുവരികയാണ്. ഒരു കാളവണ്ടിയിൽ നിന്ന് കാറിലേക്ക് പോകുമ്പോൾ കാറിന്റെ അല്ലെങ്കിൽ ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ചെലവാകും. പക്ഷേ അതിനുണ്ടാകുന്ന സൗകര്യങ്ങളും അതുകൊണ്ടാകുന്ന വേഗതയും എല്ലാം വേറൊരു തലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഇതിനെ കണക്കാക്കേണ്ടത്. AMI മീറ്റർ, സ്മാർട്ട് മീറ്റർ വൈദ്യുതിയുടെ വിതരണത്തെയും കൈമാറ്റത്തെയും വിതരണ ശൃംഖലയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തെയും മറ്റൊരു ലെവലിലേക്കാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങളും സാധ്യതകളും അധികം മുതൽ മുടക്കിനെ ഭാരമാക്കി മാറ്റുന്നതിന് പകരം വലിയ നേട്ടങ്ങളും സാധ്യതകളുമാണ് ഉണ്ടാക്കുന്നത്. ഉപഭോക്താവിനും യൂട്ടിലിറ്റിക്കും അത് വലിയ ഒരു സാധ്യതകൾ തുറന്നു കൊടുക്കുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ AMI മീറ്ററിലൂടെ ലഭിക്കുന്ന അധിക വരുമാനത്തിന്റെയും വർദ്ധിത കാര്യക്ഷമതയുടെയും ഒരു പങ്ക് കൊണ്ട് തന്നെ പ്രസ്തുത ചെലവ് നേരിടാനാവുമെന്നതിനാൽ സ്മാർട്ട് മീറ്റർ ഉപഭോക്താവിന് ഭാരമാവുകയില്ല എന്ന് മാത്രമല്ല, സ്വന്തം വൈദ്യുതി വിഭവത്തിന്റെ വിവരങ്ങളുടെ സമയബന്ധിതമായ ലഭ്യത കൊണ്ടും സുതാര്യത കൊണ്ടും ഉപഭോക്താവ് ഇവിടെ ശാക്തീകരിക്കപ്പെടുന്നുണ്ട്. സമയബന്ധിതവും വിപണി ബന്ധിതവുമായ വൈദ്യുതിയുടെ വിലക്കനുസരിച്ച് സ്വന്തം ഉപഭോഗത്തിന്റെ ക്രമീകരണ സാധ്യത വ്യക്തിപരമായ സാമ്പത്തിക ലാഭത്തിനും സാധ്യത തുറക്കുന്നുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് പീക്ക് സമയത്തെ ഉപഭോഗം വില കൂടുതലാണ്. നമുക്ക് ഇത് വരുമ്പം TOD ബില്ലിംഗ് ഒക്കെ വരും. അപ്പൊ പീക്ക് സമയത്തെ ഉപഭോഗത്തിന് വില കൂടുതൽ വരും. നമ്മൾക്ക് ആവശ്യം അനുസരിച്ച് ഓഫ് പീക്കിലാണെങ്കിൽ വില കുറയും. അപ്പൊ നമ്മളുടെ ഉപഭോഗത്തിന്റെ ആവശ്യകത അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു ബുദ്ധിപരമായിട്ട് നമ്മുടെ ഉപഭോഗത്തെ ക്രമീകരിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പൈസ ലാഭിക്കാനും പറ്റും. അതായത് അത് അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ മറ്റുള്ളതെന്ന് പറഞ്ഞാൽ പ്രസരണ വിതരണ നഷ്ടത്തിലൂടെയും വാണിജ്യ നഷ്ടത്തിലൂടെയും ഉണ്ടാകാവുന്ന അധിക ചെലവ് ലാഭിക്കുന്നതിലൂടെയും പീക്ക് സമയത്തെ ആവശ്യകത നിയന്ത്രിക്കുന്നതിലൂടെയും മീറ്റർ റീഡിംഗ് മുതൽ ഡിസ്കണക്ഷൻ വരെയുള്ള ജോലികൾ മാനുഷിക ഇടപെടലുകൾ ഇല്ലാതെ നിർവഹിക്കുന്നതിലൂടെയും വിവിധ തലങ്ങളിൽ വൈദ്യുതി കൈമാറ്റം ചെയ്ത കണക്കുകളും എനർജി ഓഡിറ്റിംഗ് പോലുള്ള കാര്യക്ഷമതാ വിലയിരുത്തൽ റിപ്പോർട്ടുകളും മാനുഷിക ഇടപെടലില്ലാതെ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെയും വലിയ രീതിയിൽ ഉണ്ടാവുന്ന പ്രവർത്തന കാര്യക്ഷമതാ നേട്ടങ്ങൾ യൂട്ടിലിറ്റിക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് സാധ്യതകൾ തുറക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉപഭോക്താവിന് അധിക ബാധ്യത ഉണ്ടാക്കുന്നതിന് പകരം നിലവിലെ താരിഫ് ഘടനയിൽ പോലും ആശ്വാസം ലഭിക്കുവാൻ സാധ്യതകൾ തുറക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഇതൊരു ഭാരമല്ല, ഇതൊരു സാധ്യതയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വലിയൊരു സാധ്യതയാണ്, അനന്തമായ ഒരു സാധ്യത മുന്നോട്ട് തുറന്നിട്ടിരിക്കുകയാണ്.
സാർ ഇപ്പൊ പറഞ്ഞ മറുപടിയിൽ ഈ MISP അല്ലെങ്കിൽ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷൻ നടത്തുമ്പോഴൊരു ഉപഭോക്താവിന് അധിക ഭാരം വരില്ല എന്ന് മനസ്സിലായി. പക്ഷേ അവിടെ വാടക വരില്ലേ സാറേ? ഇപ്പോൾ ഉള്ള മീറ്ററിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാടക അതുപോലെ വരുമോ, അതോ വാടക കൂടുതൽ വരുമോ, അതോ ഇനി വാടക ഇല്ലാതെ ഇത് മൊത്തം ഹോൾ സിസ്റ്റം ആ ഡിജിറ്റലൈസേഷന്റെ പാർട്ടായിട്ട് അങ്ങ് പോകുമോ? ആ തരത്തിൽ സാറ് ഒന്ന് വിശദീകരിക്കാമോ? അല്ല, നിലവില് നമ്മളറിയാം AMI എന്നുള്ളത് RDSSന്റെ പാർട്ടായിട്ട് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് വന്നത്. നമുക്കറിയാം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാടകയല്ല, അത് അസറ്റ് ആയിട്ടാണ് വരിക, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു അതിന്റെ മുടക്ക് മുതല് നമ്മൾക്ക് അത് താരിഫിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വന്നാൽ മാത്രമേ ഉള്ളൂ അതിന് അധിക ഭാരം എന്ന് പറയാം. വാടകയായിട്ട് വരാൻ പറ്റത്തില്ല. കാരണം വെച്ചാല് നിലവിലെ വൈദ്യുതി നിയമം അനുസരിച്ചും CAയുടെ റെഗുലേഷൻ അനുസരിച്ചും വാടക എന്നത് വരണമെങ്കിൽ അത് ഉപഭോക്താവിന്റെയോ യൂട്ടിലിറ്റിയുടെയോ അല്ല, ഉപഭോക്താവ് വാങ്ങിക്കുന്ന ഒരു മീറ്റർ ആയിരിക്കണം. അത് യൂട്ടിലിറ്റിക്ക് കൊടുത്ത് അത് അങ്ങനെയാണെങ്കിൽ വാടക വേണ്ട, അല്ലെങ്കിൽ യൂട്ടിലിറ്റി റെന്റിന് കൊടുക്കണം. ഇത് രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് വാടക വരിക. ഇതിവിടെ അങ്ങനെ ഒരു സാഹചര്യം അല്ലല്ലോ ഇവിടെ ഉള്ളത്. AMI സിസ്റ്റത്തില് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അതൊരു ടോട്ടാലിറ്റിയിൽ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ തുക നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. ഈ പറയുന്ന ടോട്ടക്സ് വഴിയാണെങ്കിൽ ആ പറയുന്ന AMISP എന്ന ആൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ക്യാപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ ഈ രണ്ട് വിധത്തിൽ നോക്കിയാലും ഇതിന്റെ തുക ഒരിക്കലും വാടകയായിട്ട് ഒരു കൺസ്യൂമറിന്റെ ഓണർഷിപ്പിലോ അല്ല വരിക. ഇതൊരു യൂട്ടിലിറ്റിയുടെ ആസ്തിയായിട്ടാണ് ഇത് വരിക. ബിക്കോസ് ഇറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു മുമ്പിലത്തെ മീറ്ററിന്റെ റെഗുലേഷൻ അനുസരിച്ചുള്ള വാടകയിലല്ല വരിക. ഇതൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം നമ്മൾക്ക് അധികമായിട്ട് കിട്ടുന്ന ലാഭങ്ങളും റവന്യൂ ചെലവും കൊണ്ട് അത് മീറ്റ് ചെയ്തു പോവാണെങ്കിൽ അത് വാടക വരത്തേ ഇല്ല. അങ്ങനെ മീറ്റ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അത് താരിഫിലേക്കേ ഉള്ളൂ റിഫ്ലക്ട് ചെയ്യുള്ളൂ, അല്ലാതെ വാടകയായിട്ട് വരും. അങ്ങനെ വാടകയായിട്ട് പിന്നീട് ഈ പറഞ്ഞ അവര് ഇതെല്ലാം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് വാടകയാണെങ്കിൽ അത് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിലവിൽ അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അത് വാടകയായിട്ട് വരാൻ ഞാൻ സാധ്യത. ക്യാപെക്സ് ആണെങ്കിലും ആ വാടക വരത്തില്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല. കാരണം വെച്ചാല് മീറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രീതിയിൽ നമ്മുടെ എസ്റ്റിമേറ്റ് പെടുന്ന ഒരു സാധനമല്ല നിലവില്. അത് രണ്ട് വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഫോർ ദ കൺസ്യൂമർ ടു പർച്ചേസ് എ മീറ്റർ. അങ്ങനെയാണെങ്കിൽ പിന്നെ വാടക വരികയില്ല. രണ്ടെന്ന് പറഞ്ഞാല് ലീസ് ഔട്ട് ചെയ്യുകയാണ്. അപ്പൊ ലീസ് ചെയ്യാണ്. അപ്പൊ ലീസ് ചെയ്യുന്ന ഒരു കേസിൽ മാത്രമേ ഉള്ളൂ വാടക വരുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു ലീസിങ്ങിന്റെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ഇതിനകത്ത്. ഇതൊരു ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ ആണ്. ഇതൊരു ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ ആകുമ്പോൾ ലീസിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ഇതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. ഇപ്പൊ അതിനുശേഷം ഇനി ഭാവിയിൽ വരെ എങ്ങനെ വരുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഫോർ ദി ടൈം ബീങ് അത് കാണാൻ വാടക വരില്ല. കാരണം ഇതൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഉണ്ടെങ്കിൽ താരിഫിലേക്ക് റിഫ്ലക്ട് ചെയ്യാനേ പറ്റും. അല്ലാതെ ഉള്ള പല ആൾക്കാർ പറയുന്നൊന്നും ശരിക്കും കാര്യങ്ങൾ പഠിക്കാഞ്ഞത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ. കാരണം വെച്ചാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പാർട്ടായിട്ടായത് വരും. നിയമപരമായിട്ട് വാടക മേടിക്കാനായിട്ട് പറ്റത്തില്ല ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പാർട്ടായോട്. കാരണം വെച്ചാൽ അത് ഈസ് ഓൺ ബൈ ദ ലൈസൻസി എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത്. ടോട്ടക്സ് ആണെങ്കിൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ആ മീറ്റർ ഈസ് ഓൺ ബൈ ദ MISP എന്നാണ് പറയുന്നത്. അണ്ടിൽ അങ്ങനെ തന്നെ ആ മീറ്റർ റെഗുലേഷൻ അത് അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ ക്ലിയർ ആണ്. മീറ്ററിംഗ് റെഗുലേഷനകത്ത് CAയുടെ മീറ്ററിംഗ് റെഗുലേഷൻ ആയിട്ട് അങ്ങനെ തന്നെ അമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന അവസാനിക്കുന്നിടം വരെ, അതായത് MISPയുടെ പീരീഡ് കഴിയുന്നിടം വരെ മീറ്റർ ഈസ് ഓൺ ബൈ ദ MISP തന്നെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ അതിനകത്ത് വാടക വരിക? വാടക വരുന്നൊരു അദ്ദേഹം മുടക്കിയ പൈസ നമ്മൾ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ എങ്ങനെ വാടക കൊടുക്കുക? സാർ ഇപ്പൊ പറഞ്ഞ മറുപടിയില് ഒരു വാണിജ്യ നഷ്ടം എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. സാറേ, എന്താണ് ഈ വാണിജ്യ നഷ്ടം? എങ്ങനെയാണ് സ്മാർട്ട് മീറ്റർ പ്രസരണ വിതരണ നഷ്ടവും വാണിജ്യ നഷ്ടവും കുറയ്ക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഇത് AT&C ലോസസ് ആയിരിക്കണം. ഇത് എങ്ങനെയാണ് നമ്മൾ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് കൊണ്ട് കുറവ് വരുന്നത്? സാർ ദയവായി അതിനൊരു മറുപടി പറയണം. അതായത് വൈദ്യുത മേഖലയുടെയും വൈദ്യുത യൂണിറ്റിന്റെയും പ്രവർത്തന കാര്യക്ഷമതയുടെ ഒരു പ്രധാന സൂചികയായി ഇന്ത്യയിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്